എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ പാർത്തോട് എന്ന സ്ഥലത്ത് കുഞ്ഞുമാൻ ചേട്ടൻ മാങ്കുഴി 35 വർഷത്തെ റബ്ബർ തോട്ടത്തിൽ പ്രവർത്തന പരിചയമുള്ള കുഞ്ഞുമാൻ ചേട്ടൻ എങ്ങനെ റബ്ബർ ലാഭകരമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് നമ്മളോട് പറയുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. കുഞ്ഞുമാൻ ചേട്ടാ, ഈ 35 വർഷമായിട്ട് ഈ റബ്ബറിൻ്റെ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ചേട്ടന് വളരെയധികം ലാഭകരമാണോ ഈ റബ്ബർ തോട്ടത്തിൽ, അതോ നഷ്ടമാണോ ഈ കൃഷി, ഈ റബ്ബർ തോട്ടം ഇത്രയും അതിനെക്കുറിച്ച് നമ്മുടെ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും പറഞ്ഞു. ഞാനിവിടെ റബ്ബറിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അളിയന് 400 മരം ഉണ്ടായിരുന്നു മലമ്പുഴ. അതിലൊക്കെ കുഞ്ഞിലെ വെട്ടിയാണ് നമ്മൾ ശീലിച്ച് വന്നത്. ഞാൻ റബ്ബർ ലൈസൻസുള്ള സർട്ടിഫിക്കറ്റുള്ള ഇന്ത്യ ഗവൺമെൻറ് റബ്ബർ ബോർഡ് സർട്ടിഫിക്കറ്റുള്ള ഒരു ടാപ്പറാണ്. 2 കത്തിയിലാണ് വെട്ട് നടത്തുന്നത്. ഈ കത്തി നാടൻ കത്തിയാണ്. ഈ കത്തിയുടെ പേര് ഇംഗ്ലീഷിൽ നിന്ന് മിച്ചിൽഗോൺ എന്നാണ്. മിച്ചിൽഗോൺ എന്നാണ് ഈ കത്തിയുടെ പേര്. ഇത് ജബോങ് കത്തി, മലേഷ്യക്കാർ വികസിപ്പിച്ചെടുത്ത ഒരു കത്തിയാണ്. ഈ കത്തിക്കൊരു മരം വെട്ടാൻ 20 സെക്കൻഡ് വേണം. ഈ കത്തിക്ക് മരം വെട്ടാൻ 7 സെക്കൻഡ് മതി. എങ്ങനെയാണ് ഒരു റബ്ബറിനെ കുറിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒത്തിരി റബ്ബർ തോട്ടങ്ങൾ നിർത്തി വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തതുകൊണ്ടാണ് ഇവരിത് വെട്ടിക്കളയുകയും അതുപോലെ തന്നെ കുരുമുളക്, ഇപ്പോൾ മിക്ക ചില തോട്ടങ്ങളിലൊക്കെ കുരുമുളക് കയറ്റി വിട്ടിരിക്കുകയാണ് റബ്ബർ തടിക്കൂടെ. അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ആ കുരുമുളക് തരുന്നേക്കാളും 10 ഇരട്ടി വരുമാനത്തിന് ആ ഒരു റബ്ബറിന് തരാൻ കഴിയും എന്നുള്ളത് വസ്തുത സത്യമാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഈ ജബോങ് കത്തിക്ക് വെട്ടുന്ന എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചിട്ട്, ഇത് അധികം ആർക്കും അറിയത്തില്ല, ഇതിന് പ്രത്യേക ട്രെയിനിങ് ഒക്കെ ഉള്ളതാണ്. ഞാനിതിപ്പോൾ കാണിച്ചു തരാം ജബോങ് കത്തിക്ക് എങ്ങനെയാണ് വെട്ടുന്നതെന്ന്. ഇത് ബാക്കിയുള്ള കാര്യം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ വള്ളിപ്പാലെടുക്കുക എന്ന് പറയും. വള്ളിപ്പാലെടുത്തതിന് ശേഷം കത്തി ഇങ്ങനെ പിടിച്ച്, ഇതാണ് പിൻകാന കുത്താന്ന് പറയും. പിൻകാന കുത്തി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിങ്ങനെയാണ്. കഴിഞ്ഞു. ഇതാണ് ജബോങ് കത്തി. പെട്ടെന്ന് കയറും. അപ്പോൾ നിങ്ങൾ ഇത് പിടിക്കണോണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് ചെയ്താൽ. ഈ കത്തിക്ക് പട്ട തടിയിലോട്ട് തടയില്ല. ഇതാണ് തണ്ണിപ്പട്ട കൊള്ളാൻ പാടില്ല. അതായത് തണ്ണിപ്പട്ട എന്ന് പറയുന്ന മൊത്തം 5 പട്ടയാണ് ഇതിനുള്ളത്. അതിൻ്റെ പാൽക്കുഴലുകൾ, ഏറ്റവും വലിയ പാൽക്കുഴൽ ചേർന്നിരിക്കുന്നത് തണ്ണിപ്പട്ടയിലാണ്. തണ്ണിപ്പട്ടയ്ക്കടുത്ത ഇത് ഇങ്ങനെ കുത്തിയ ഇതുണ്ടോ, പാല് വരുന്നുണ്ടോ, തണ്ണിപ്പട്ട എന്ന് പറയുന്നത്. ആ ഒരു പാട പൊട്ടാൻ പാടില്ല. അത് ഇതുണ്ടോ, ഇവിടെ കുത്തിയ പാല് വരും, ഇവിടെ കുത്തിയ പാല് വരും. അതിനർത്ഥം തടി കൊണ്ടിട്ടില്ല. തടി അതിനപ്പുറത്താണ്. കണ്ടോ, തടി അതിനപ്പുറത്താണ്. ഇവിടെ കുത്തിയാലും അത് തന്നെ. അപ്പോൾ അതൊരു പാടയാണ്. ആ പാടയുടെ അടുത്ത് വരെ ചെല്ലാവുള്ളൂ. ആ പാട പൊട്ടാൻ പാടില്ല. ആ പാട പൊട്ടിയാൽ പിന്നെ തടിയായി, പിന്നെയാണ് തടി ഉണക്കം വരുന്നത്. ഈ കത്തി ഇപ്പോൾ നമുക്ക് റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള കടകളും അതുപോലെ തന്നെ ഇപ്പം മിക്ക സ്ഥലങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഇവിടുന്ന് മേടിച്ച മണ്ണർകാട് നിന്ന് മേടിച്ചതാണ് ഈ കത്തി. ഇതുകൊണ്ട് ചേട്ടൻ തന്നെയാണോ ഈ 1500 മരവും വെട്ടുന്നത്? അതെ, ഞാൻ തന്നെ വൈകിട്ട് വെട്ടാം, രാവിലെ വെട്ടാം. ഇപ്പം നമ്മൾ ഇത്
25 സെൻറ്റിമീറ്ററിന് ഉയരത്തിലാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെട്ട് തുടങ്ങിയത്. കുത്തി വെട്ടുക എന്ന് പറയും. ഇത് കുത്തി വെട്ടുവാണിത്. ഇതിന് കുത്തിവെട്ടെന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ പിൻകാണ കുത്തി ഇത് കണ്ടോ, ഈ കുത്തൽ വേണം. ഈ കുത്തൽ ചിലർ കുത്താതെ ഇതിങ്ങനെ നീ കയറ്റി അങ്ങ് വിടും. അങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ വെട്ട് നല്ല ഭംഗി പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ സാധാരണ കുത്തി വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കുത്തിന് ഇവിടെ നിന്ന് 6 ഇഞ്ച് അകലത്തിൽ നിന്ന് പാല് ഇതിലേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ വന്ന് കുത്തി നിർത്തും. ഇതിൽ നിന്ന് വരുന്ന 6 ഇഞ്ച് അകലത്തിൽ നിന്നുള്ള പാല് ഇത് ഇവിടെ നിന്നും വരും. അങ്ങനെയാണ് പാല് ഉൽപ്പാദനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തണ്ണിപ്പട്ടയുടെ അടുത്ത് വരെ വലിയ പാൽക്കൊള്ളി, ഏറ്റവും വലിയ പാൽക്കൊള്ളി കിടക്കുന്ന തണ്ണിപ്പട്ടയുടെ അടുത്താണ്. അതും മുറിഞ്ഞില്ലെങ്കിൽ പാലിൻ്റെ ഉൽപ്പാദനം കുറയും. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർക്ക് നഷ്ടം സംഭവിക്കുന്നത്. നഷ്ടം സംഭവിക്കുന്നത് പാല് കുറച്ച് കിട്ടാൻ കാരണം ഈ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നുമെങ്കിലും ഉൽപ്പാദനം ചിരട്ടയ്ക്കകത്ത് വരുന്നില്ല. അത് വരാത്തത് കുത്തി വെട്ടാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. അത് റബ്ബർ ബോർഡിൻ്റെ കീഴിൽ പഠിച്ചെങ്കിൽ മാത്രമാണ് ഈ ടാപ്പിംഗ് ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് 125 സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള റബ്ബറിനെ വെട്ടാൻ നമ്മൾ കത്തി ഇങ്ങനെയാണ് പിടിച്ചത്. ഇങ്ങനെ കൊണ്ടുപോകും. നിങ്ങൾ കണ്ടു കാണുമല്ലോ അത്. എന്നാൽ ഇത് ഇവിടെ എല്ലാവരും മാർക്ക് ചെയ്യുന്നത്, ഇടുക്കി ജില്ലയിൽ മാർക്ക് ചെയ്യുന്നത് 3 അടി ഉയരത്തിൽ. അതായത് ഇതുകൊണ്ടോ, സാധാരണ റബ്ബർ എന്ന് പറയുന്നത് എ പാനലും ബി പാനൽ, എ പാനൽ, സി പാനൽ, ബി പാനൽ, അങ്ങനെ പാനലുകൾ ഓരോ തലം തിരിച്ചാണ്. സാധാരണ വലത് ഭാഗത്താണ് എ പാനൽ കിടക്കണം. ഇതിപ്പം ബി പാനൽ കഴിഞ്ഞു. ഇതുണ്ടോ, ഇവിടെ അവർ മാർക്ക് ഇട്ടത് ബി പാനലിൽ കൊണ്ടാണ് മാർക്ക് ഇട്ടേക്കണേ. പക്ഷെ മാർക്ക് ആദ്യം വരേണ്ടത് ഇവിടെ ആയിരുന്നു. അറിയാൻ പാടില്ലാത്തവരായതുകൊണ്ടാണ് അവർ അവിടെ കൊണ്ടുപോയി മാർക്കിട്ടു. അപ്പോൾ പിന്നെ ആ മാർക്ക് അവർ വെട്ടിക്കഴിഞ്ഞു, അടി എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഞാൻ മാർക്കിടാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് എ പാനലിലായിട്ട് ഇതിലേക്ക് തന്നെ ഇട്ടേ മാർക്ക് ഇട്ടേ. ശരിക്കും പറഞ്ഞാൽ റബ്ബർ ബോർഡ് പറയുന്ന അനുസരിച്ച് എ പാനൽ ഇത് 125 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇത് മാർക്കിട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 7 കൊല്ലം കൊണ്ട് ഈ താഴെ വരെ വെട്ടാം. ഈ താഴെ വരെ എത്തുമ്പോൾ 7 കൊല്ലം എടുക്കും. ആ 7 കൊല്ലം കഴിഞ്ഞ് ഇപ്പറേ ബി പാനലിലേക്ക് മാർക്ക് ചെയ്താൽ ഇത് 7 കൊല്ലം വെട്ടിത്തീരുമ്പോഴത്തേക്കും ഈ ബി സി തടി വളർന്നു വരും. ആ തടി വളർന്നു വരുമ്പോൾ ഇതിനെ നമുക്ക് മൂന്നാമത്തെ വെട്ടിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ ഇത് കഴിയുമ്പോൾ ഇത് വളരാൻ തുടങ്ങും. അങ്ങനെ അത് കഴിയുമ്പോൾ CUT എന്ന് പറയുന്ന ഈ മരത്തെ 4 ആയിട്ട് ഭാഗിച്ചുകൊണ്ട് വെട്ടുണ്ട്. ആ CUT വെട്ടും കഴിഞ്ഞ് പിന്നെയാണ് ഷോൾട്ടർ വെട്ട് വരുന്നത്. ടോട്ടൽ ഒരു മരം 50 കൊല്ലം വെട്ടാം എന്നുള്ളതാണ് റബ്ബർ ബോർഡിൻ്റെ കണക്കുകൾ. ആ കണക്ക് പ്രകാരം പോയാൽ റബ്ബറുകൾക്ക് കേടുവരാനോ റബ്ബറുകൾ ഉൽപ്പാദനം തന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ മരം കേടുണ്ടോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ റബ്ബർ ബോർഡിൻ്റെ കീഴിൽ തന്നെ ട്രെയിനിങ് പഠിച്ചാൽ മാത്രമാണ് മരത്തിൻ്റെ ക്ഷീണം നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് മരുന്നുകൾ ചെയ്യാനായിട്ടും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ കത്തി ഇപ്പം നമ്മളിത് 125 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ വെട്ടി. എന്നാൽ നമ്മൾ 3 അടിക്ക് അകലത്തിലുള്ള മരം നമുക്ക് എങ്ങനെ വെട്ടാം അത് ഞാൻ കാണിച്ചു തരാം.